കോൺഗ്രസ്സുകാർക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാണ് അവർക്ക് കുറച്ച് പ്രതീക്ഷ വന്നത്. ഇതുവരെ കണ്ട കോൺഗ്രസ്സുകാരുടെ DNA അല്ല സതീശന്റെ DNA. അത് ശശി തരൂരിന്റെ DNA പിണറായി വിജയന്റെ DNA കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു സാധനമാണ്. കാലഘട്ടത്തിൽ പിണറായി വിജയനെ ഇന്നിപ്പോൾ ഇലക്ഷന് തോറ്റ് വിചാരിച്ച് പിണറായി വിജയൻ അപ്രസക്തനാവുന്നില്ല. നിങ്ങൾ ആദ്യം ബർത്തൊക്കെ പോയി പിണറായി വിജയന്റെ സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് തുറമരണം കിട്ടിയത്. പിണറായി വിജയൻ ഒരുപാട് തന്റെ ഇടം കാണിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ജനിച്ച ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ച തൊട്ടേ അദ്ദേഹം ആ തന്റെ ഇടത്തിന്റെ പുറത്ത് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച വലിയ വിജയത്തിൽ അവരെ നമുക്ക് അഭിനന്ദിക്കാം. ഈ വലിയ വിജയത്തിന്റെ ആഹ്ലാദം തല്ലിക്കെടുത്തുന്നതാവരുത് മുഖ്യമന്ത്രി തീരുമാനം എന്ന് മാത്രം പൊതുജനങ്ങൾക്ക് പറയാനുള്ള കാര്യം അറിയിക്കുകയാണ് തുടക്കത്തിൽ തന്നെ. മറ്റൊന്ന്, CPM ഇതിനേക്കാൾ വലിയ തോൽവി നേരിട്ട പാർട്ടിയാണ്, അതിൽ നിന്നൊക്കെ കരകയറി വന്ന ചരിത്രം ഞങ്ങൾക്കുണ്ട് എന്ന് CPM നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ അത്ര എളുപ്പത്തിൽ അവർക്ക് തിരികെ എത്താൻ സാധിക്കുമോ? BJP 3 സീറ്റിലേക്ക് ഒതുങ്ങി എന്ന് പറയുമ്പോഴും അവർക്കതൊരു വലിയ ബൂസ്റ്റ് അല്ലേ എന്ന ചോദ്യം മറുവശത്ത് നിന്ന് ഉയരുന്നുണ്ട്. പരിശോധിക്കാം നമുക്ക് ഈ ഫാക്റ്റുകൾ. ഈ ഫാക്ടേഴ്സ് എങ്ങനെ വരും നാളുകളിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്ന്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 102 സീറ്റിന്റെ ഉജ്ജ്വല വിജയവുമായി VD സതീശൻ നേതൃത്വം നൽകുന്ന UDF എത്തിയിരിക്കുകയാണ്. വിജയപഥത്തിലേക്ക്, വിജയപീഠത്തിലേക്ക് ഏറിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ പിണറായി വിജയൻ 35ലേക്ക് ചുരുങ്ങി. 99 നിന്നാണ് ഈ വലിയ വീഴ്ച. ക്യാപ്റ്റൻ ക്വാർട്ടർ. BJPയുടെ അക്കൗണ്ടിൽ 3 സീറ്റുമുണ്ട്. നമുക്കാദ്യം എനിക്ക് തോന്നുന്നു വിജയിച്ചവരെ കുറിച്ച് സംസാരിക്കാം. VD സതീശനാകുമോ മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച. അതോ രമേശ് ചെന്നിത്തല അതിനപ്പുറത്തെ അടവ് പയറ്റി മുന്നിലേക്ക് എത്തുമോ? അതുമല്ല എങ്കിൽ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും കയറിൽ തൂങ്ങി, അല്ലെങ്കിൽ നൂലിൽ തൂങ്ങി, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമോ? ഈ ചർച്ചയാണ് ഇവിടെ സജീവമായി നടക്കുന്നത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ല എങ്കിൽ അതൊരു നീതികേടാവില്ലേ? നമ്മളിതിൽ അഭിപ്രായം പറയുമ്പം ഈ കോൺഗ്രസിന്റെ സൈബർ കൂതറകളുണ്ടല്ലോ, അമ്മ ആദ്യം തന്നെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് പറയാൻ എന്താണ് അവകാശം? ഞാൻ LDF ജയിക്കണമെന്ന് ആഗ്രഹിച്ച LDFനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. പക്ഷെ എൻ്റെ അഭിപ്രായങ്ങൾ എപ്പോഴും ഞാൻ വസ്തുനിഷ്ഠമായിട്ട് പറയുള്ളൂ. അപ്പം എന്നാ അവന്മാർ ചോദിക്കും, അവന്മാർ തിരിച്ച് പറയാനുള്ളത്, എടാ ഇതിപ്പം കോൺഗ്രസ്സുകാരൻ നിന്റെ പാർട്ടിയാണെങ്കിലും ഞാൻ കോൺഗ്രസ്സായിട്ടുള്ള ബന്ധമൊന്നും ഞാൻ പറയുന്നില്ല. അതിപ്പം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അവനെക്കാട്ടും വലിയ ബന്ധമുള്ള ആളെ. അതുകൊണ്ട് ഇവന്റെ VD സതീശനായാലും രമേശ് ചെന്നിത്തല ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇവരൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ, അധികാര സ്ഥാനത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്നെ കൂടി ബാധിക്കുന്നതാണ്. ഈ നാട്ടിലെ പൗരൻ എന്ന രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങളെ കൂതോ സെറ്റപ്പിനെന്ന അഭിപ്രായം പറയേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമ്മളെയും കൂടി ബാധിക്കുന്നുണ്ട്. ഞാൻ മുസ്ലിംസിനോട് പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ മാത്രം ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ ഭാഗത്തിന്റെ പേര് ഓരോ നാളുകൾ കാണിച്ചു കൂട്ടുന്നതിന് മൊത്തം ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിക്കുന്നത്. അമേരിക്കയിലേക്ക് വിസ പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും മുഹമ്മദ് നേട്ടാൻ തന്നെ തീവ്രവാദിയൊക്കെ എടുക്കും. അതുകൊണ്ട് നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടും നമ്മളും കൂടി അനുഭവിക്കുന്നുണ്ട്. ഇതിനൊക്കെ അഭിപ്രായം പറയാനുള്ള അവകാശം നമുക്കും ഉണ്ട് എന്നാണ് ഞാൻ അവരോട് പറയാറുള്ളത്. അതേപോലെ തന്നെയാണ് കോൺഗ്രസ് വരുന്നത്. നിങ്ങളെ പാർട്ടി ഐ ഡോണ്ട് കെയർ. പക്ഷെ നിങ്ങൾ ഈ അധികാര സ്ഥാനത്ത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ആയാൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം നമ്മളെയും കൂടി ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കൂടി പറയാനുള്ള അവകാശമുണ്ട്. കേരളത്തിലെ ഓരോ വ്യക്തിക്കും അതാണ് ഈ പറയുന്ന വിവരമില്ലാത്ത സൈബർ ടീമിനോട് പറയാനുള്ള. രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ സൈബർ ടീമിനെ പറ്റി പറയുന്നത് വെച്ചാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന് വെച്ചാൽ അവർ പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളത്തിലെ KPCC പ്രസിഡന്റ് ആണോന്ന് വെച്ചാൽ ഷീന ദേവി കുഞ്ഞമ്മ. എന്താ അവരുടെ രണ്ടുപേരുടെയും പോസ്റ്റിനാണ് പോലും ഭയങ്കരമായ റീച്ച് കോൺഗ്രസ്. ഞാൻ പറഞ്ഞു, ഉണ്ണിത്താൻ ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഈ അക്കൂതകളോട് അത്രേ പറയാനുള്ളൂ. അക്കൂതകൾ പണ്ട് ഇതുവരെ ജീവിതത്തിൽ സിഗരറ്റ് പോലും വലിക്കാതെ എന്നെ കള്ളുകൂടിയനാക്കിയ ടീമാണ്. ഒറ്റ ഇവിടെ വന്ന് എടുത്ത എന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കി. നമ്മളത്തെ ഈ നമ്മളാരൊന്ന് ഉടുക്ക് കൂട്ടി പേടിപ്പിക്കുന്നതല്ലേ, അതുപോലെ. അപ്പൊ ഒരുപാട് ഭൂകമ്പങ്ങളും സുനാമിയും കണ്ടുവന്ന് നമ്മളെടുത്ത് വന്ന ആളാകാൻ നോക്കി. ഞാൻ എന്ത് ചെയ്യാ, ബേഷായിട്ട് കൊടുത്തു. ഇതേപോലെ എനിക്ക് പനിയും ജലദോഷം കൊള്ളതുകൊണ്ട് ഞാൻ നീ ആരാണെന്ന് വെച്ചാൽ എൻ്റെ സൗണ്ട് തരത്തി ഇളകിയിരുന്നു ചെറുതായിട്ട്. അത് മാത്രം എടുത്തുകൊണ്ട് മദ്യവെച്ച് ഞാൻ ഈ ചർച്ചകൾ പങ്കെടുക്കുന്ന നിരീക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത്. എന്നിട്ട് നമ്മൾ തോറ്റിട്ടില്ല. പിന്നല്ലേ
എങ്കിലിപ്പോ UDF ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്നവരെല്ലാം വലിയ ആഹ്ലാദത്തിലാണ്, അവർ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെ അവർ ആ രീതിയിൽ എടുക്കുമെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. കാരണം ഈ ചർച്ച ഇപ്പോൾ സജീവമായിട്ട് സോഷ്യൽ അല്ല, ഇതിന്റെ പ്രശ്നം ടീമിന് ഓൾറെഡി ഒരുപാട് ഫേക്ക് പ്രൊഫൈലുകളുണ്ട്. നല്ല കോൺഗ്രസ്സുകാരൻ എങ്ങനെ സംസാരിക്കുന്നത് എനിക്കറിയാം. അപ്പം എൻ്റെ വീട്ടുകാർക്ക് കോൺഗ്രസ്സുകാരായതുകൊണ്ട് നല്ല കോൺഗ്രസ്സുകാരൻ നല്ല ഭാഷയിൽ മാത്രമേ സംസാരിക്കുന്നവരാണ്. ഇതൊരുമായി കൂതറ STPക്കാരെ പോയിട്ട് പറഞ്ഞാൽ അവർക്ക് മോശമായി പോകും. അതിലും താഴെ കിടക്കുന്ന ലാംഗ്വേജിൽ പണ്ടത്തെ ഓഞ്ഞ CPM-മാരുടെ ലാംഗ്വേജ് ഉണ്ട്, പണ്ടത്തെ ആളുകൾ തെറി പറയുന്നത്. അമ്മ ലാംഗ്വേജ് സംസാരിക്കുന്ന കുറേ പ്രൊഫൈലുകളുണ്ട്. ഇത് എനിക്കൊന്നും ഒരു ഒറിജിനൽ കോൺഗ്രസ് പ്രൊഫൈലുകളല്ല. ഇത് ഫേക്ക് പ്രൊഫൈലുകളാണ്. ഏതോ കമ്പനിക്ക് കൊടുത്തിട്ട് അവർ ചെയ്യുന്നതാണ്. നമുക്കൊരു കോൺഗ്രസ്സുകാരുടെ ഭാഷ എനിക്ക് ഏതാണ്ട് അറിയാം. എൻ്റെയൊക്കെ ഭാഷ ബേസിക്കലി കോൺഗ്രസ്സുകാരുടെ ഭാഷ. ഞാൻ പിന്നെ അത്യാവശ്യം കുറച്ച് ചൂടായി പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ SFI ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ. അപ്പം ഇതിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ചാൽ, നിങ്ങളൊരു ഒരാൾ ഒരു യുദ്ധം കാണുകയാണ്, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മത്സരം കാണുകയാണ്. ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞു, അതിന് നിങ്ങൾ ഒരാളെ ബാഡ്ജ് കെട്ടി ക്യാപ്റ്റനാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ക്യാപ്റ്റനായിട്ട് നിർത്തിയിട്ട് അയാൾ നന്നായി കളിക്കുകയും ചെയ്തു. അയാളുടെ നീക്കങ്ങളെല്ലാം ശരിയായിരുന്നു. അയാളെ വേൾഡ് കപ്പ് ഏതാണ്ട് ഒറ്റയ്ക്ക് നേടിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേൾഡ് കപ്പ് ഏറ്റു മേടിക്കാൻ വേണ്ടിയിട്ട് ഈ വിക്കറ്റ് കീപ്പറായിരുന്ന ഒരാളോട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അയാൾ ക്യാപ്റ്റനല്ല, വിക്കറ്റ് കീപ്പറായി പോയി മേടിക്കുന്നു. അല്ലെങ്കിൽ പുറത്ത് PR വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ പിടിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സാധനം നമ്മളെ PCC പ്രസിഡന്റിന്റെ സ്വന്തം ആളാണ്, നീ പോയി കപ്പ് മേടിക്കാൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അത് ജനങ്ങളുടെ ഈ പാർട്ടിയെ കോൺഗ്രസിനെ ജയിപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ പാർട്ടിയെ ജയിപ്പിച്ചത് ബഹുജനമാണ്. കോൺഗ്രസ്സുകാർക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാണ് അവർക്ക് കുറച്ച് പ്രതീക്ഷ വന്നത്. അന്ന് നിന്നും കല്ല് പോലെ കുറച്ചതും VD സതീശനാണ്. ബഹുജനം കാണുന്നുണ്ട്. അപ്പം കളി ജയിപ്പിച്ച കളിക്കളത്ത് ക്യാപ്റ്റനായിരുന്ന ആളല്ലേ സമ്മാനം മേടിക്കേണ്ടത്. അത് മേടിച്ചില്ലെങ്കിൽ ജനങ്ങൾ അവിടെ തുടങ്ങും കല്ലുകടി തുടങ്ങും. പിന്നെ സതീശനാണെങ്കിൽ മറ്റുള്ള ആളെ പോലെ അല്ല. അങ്ങനെ അവസ്ഥ വന്നാൽ അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല. അയാൾ ചിലപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് അയാൾ വല്ല ട്രക്കിങ്ങിന് പോകും. നിങ്ങൾ ഇതുവരെ കണ്ട കോൺഗ്രസ്സുകാരുടെ DNA അല്ല സതീശന്റെ DNA. അത് ശശി തരൂരിന്റെ DNA പിണറായി വിജയന്റെ DNA കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു സാധനമാണ്. രണ്ടാമത് പറഞ്ഞ സംഭവം ചേരുമ്പോൾ ഉള്ള ആ ഒരു സീരിയസ്നെസ് ഏതെങ്കിലും തരത്തിൽ ഒരു ഡീമെറിറ്റ് ആകാൻ സാധ്യതയുണ്ട്. ഡീമെറിറ്റ് അല്ല, അത് തന്നെയാണ് അയാളുടെ മെറിറ്റ്. അത് എല്ലാ കാലത്തും അയാൾ അങ്ങനെ ആയിരുന്നു. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ പിണറായി വിജയനെ ഇന്നിപ്പോൾ ഇലക്ഷന് തോറ്റ് വിചാരിച്ച് പിണറായി വിജയൻ അപ്രസക്തനാവുന്നില്ല. നിങ്ങൾ ആദ്യം വെറുതെങ്കിൽ പോയി പിണറായി വിജയന്റെ സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് തുടർഭരണം കിട്ടിയത്. അയാളുടെ സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് ചോദിക്കട്ടെ, ആദ്യത്തെ പിണറായി സർക്കാർ അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിനെ ജനങ്ങൾ വീണ്ടും അധികാരത്തിലെത്തിച്ചു. രണ്ടാം പിണറായി സർക്കാരിനെ തുടരാൻ അനുവദിച്ചില്ല. രണ്ട് തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് ടീമിലെയും അംഗങ്ങൾ വ്യത്യാസമായിരുന്നു. ക്യാപ്റ്റൻ ഒന്നായിരുന്നു, പക്ഷേ രണ്ടിലെയും പ്ലേയേഴ്സ് വ്യത്യാസമായിരുന്നു. അപ്പോൾ ആ പ്ലേയേഴ്സിനുള്ള മാർക്കല്ലേ ഒന്നാം പിണറായി സർക്കാരിനെ തുടരുവാനുള്ള ജനങ്ങളുടെ വിധിയിൽ പ്രതിഫലിച്ചത്? അല്ലല്ല, രണ്ടും പിണറായിസത്തിനുള്ള വിധി തന്നെയാണ്. അതിൽ ആര് എന്ത് എന്നുള്ളതിൽ കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ മിനിസ്റ്റർമാരും മോശമൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ തോന്നുന്നതാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകുന്നുള്ളൂ, അതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ തവണ സംഭവിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ എനിക്ക് ഏറ്റവും ഡിഫെൻസീവ് അല്ല, അല്ലെങ്കിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും പാർട്ടി വോട്ടുകൾ ചോരാനുള്ള ഒരു കാരണം കരിമണൽ ഇടപാടാണ്. അത് കൺവിൻസിംഗ് ആയിട്ട് വിശദീകരണം കൊടുക്കാൻ പറ്റിയിട്ടില്ല. സ്വജനവശമൊന്നും പാർട്ടിക്കാർ സഹിക്കില്ല. അതങ്ങനെ ഒരു ഫീൽ അതിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ ഈ ഗോവിന്ദൻ മാഷയുടെ ഭാര്യ മത്സരിച്ചത് സംഭവം ഒരു വലിയ സഖാവാണ്, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു മാഷെക്കാട്ടും ബോധമുള്ള ആളാണ്. പക്ഷെ ഗോവിന്ദൻ മാഷിന്റെ പേര് എന്നുള്ളത് നെഗറ്റീവായിപ്പോയി. മാത്രമല്ല അവിടെ നമ്മുടെ ജെയിംസ് മാത്യുവിന്റെ ഭാര്യ പഴയ സഖാവ് സുകന്യ ഉണ്ടായിരുന്നു. സുകന്യക്കായിരുന്നു കൊടുക്കേണ്ടി, സുകന്യക്ക് കൊടുത്തില്ല. അപ്പൊ അതൊക്കെ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. പാർട്ടിക്കാർക്ക് സ്വയം ഉത്തരം നൽകാൻ പറ്റാത്ത അവസ്ഥയായി. അതൊരു പാർട്ടിക്ക് വേണ്ടി വ്യക്തികേന്ദ്രീകരണമാണ് പാർട്ടിക്ക് ഓക്കെയാണ്. പക്ഷെ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് വ്യക്തികേന്ദ്രമാകുന്ന ഫീൽ വന്നു. അതാണ് നിങ്ങൾ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പാർട്ടി വോട്ടുകൾ ചോരാനുള്ള അവർക്ക് ഉത്തരവില്ലാതായിപ്പോയി. അപ്പോൾ തിരുത്തണമെന്ന് അവർക്ക് തോന്നി. രണ്ട് P ജയരാജനെ പോലെ അവിടെയൊക്കെ ബഹുമാനിക്കപ്പെടുന്ന നേതാവിനെ സൈഡ് ചെയ്തു എന്ന തോന്നൽ. മൂപ്പര് ചത്ത് ടീച്ചറിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വേദനയാണ്. ഇങ്ങനെയുള്ള ഫാക്ടറാണ്, അല്ലാതെ പിണറായിയുടെ സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് മോശമായിട്ടൊന്നല്ല.
അല്ല, ഞാൻ കാരണം ചോദിച്ചോട്ടെ, ഉമ്മൻചാണ്ടി സാറിനെ പോലെ 10 അഭിപ്രായം കേട്ട് തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല നമുക്ക്. നമുക്ക് ഒരു ശക്തമായ തീരുമാനം, ഒരു നേതാവ് ആ രീതിയിൽ പോകാൻ പറ്റും. ആകാം, ശക്തമായ തീരുമാനമാകാം. പക്ഷേ അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്നതാണെങ്കിൽ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. അത് ബോധ്യപ്പെടുന്ന ആണെന്നല്ലോ മൂപ്പര് എപ്പോഴാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെടാതിരുന്നല്ലേ അല്ല, എപ്പോഴാ അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ തുടർഭരണം കൊടുത്തു. അപ്പൊ അവർക്ക് അല്ല നിങ്ങൾ കൊള്ളില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ശരിയായില്ല എന്നൊരു അഭിപ്രായം വന്നപ്പോൾ അവർ മടക്കി നിങ്ങൾ അയച്ചു. ഈ ബോധ്യപ്പെടുന്ന സാഹചര്യം ആ കാലഘട്ടത്തിൽ അല്ലേ മൂപ്പര് കടക്ക് പുറത്ത് നടന്നത്? എന്നല്ലേ മൂപ്പര് കടക്ക് പുറത്ത് നടന്നത്? ഇതെന്തായി? അപ്പൊ അതിലൊന്നും കാര്യമൊന്നുമില്ല. ഇതിപ്പോ എന്ന് വെച്ചാൽ ഒരുപാട് ഈ ഇലക്ഷൻ തോൽവി എങ്ങനെ വന്നെന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആണ്. ഒന്ന്, അതിശക്തമായ മൈനോറിറ്റി കൺസൾട്ടേഷൻ. അത് എന്നോട് RSS ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ് പറഞ്ഞത്. അയാൾ RSS എന്നല്ല, അല്ല 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 അത് ഇപ്പോഴല്ല, 1 വർഷം മുമ്പ് ഞാൻ അയാളോട് ചോദിച്ചാൽ എങ്ങനെ വരും ഒമാർ അധികാരത്തിൽ? മൈനോറിറ്റി കൺസോളിഡേഷൻ കൊണ്ട് മാത്രം 102 സീറ്റിലേക്ക് കുതിച്ചുയരാൻ സാധിക്കുമോ? അല്ല, അത് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ സെറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ വെച്ചാല് ഇവര് ജയിക്കും എന്നുള്ളൊരു ഫീൽ. നിങ്ങൾ അവസാന നിമിഷം, ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് TV ഒക്കെ എനിക്ക് കഴിയുന്നില്ല, TV കണ്ടോണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം ആ സമയത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഈ അവസാനത്തെ 20 ദിവസങ്ങൾ ഭയങ്കര ബാക്ക് ഫുട്ടിലായിപ്പോയി LDF. അതായത് പാർട്ടി ഈ അധികാരം കൊണ്ട് അല്ലെങ്കിൽ ഭരണത്തിന്റെ ഗുണങ്ങളെക്കാട്ടും കൂടുതൽ ദോഷങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെട്ടു. ഏറ്റവും അവസാന ദിവസത്തെ 2 സംഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഈ പറഞ്ഞൊരു കർഷകൻ CPI ഓഫീസിൽ ആത്മഹത്യ ചെയ്തത്, എവിടെ? വൈക്കത്ത്. രണ്ടാമത്തത്, മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പേരിൽ എന്ന പേരിൽ വന്നിട്ടുള്ള ശബ്ദരേഖ. ഇത് രണ്ടും ഹൈലി ഡാമേജിങ് ആയി. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൽ വൈക്കത്തും തോറ്റു, മാത്യു ടി തോമസ്, 2 ഇമ്പോസിബിൾ ആയ തോൽവികളാണ്, തോറ്റു. അപ്പൊ ഇതുണ്ടാക്കി കാസ്കേഡിങ് ഇമ്പാക്റ്റ് ഉണ്ട്. ഇതിന്റെ കൂടെയാണ് ധനരാജ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങേര് അവിടെ മത്സരിക്കുന്നതും വിമതനാവുന്നതും. അങ്ങനെ ഈ സ്വരാജ് കയറി കള്ളൻ എന്ന് വിളിക്കുന്നത്. മധു പോലും അങ്ങനെ കള്ളൻ എന്ന് വിളിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മറ്റേ ഗോവിന്ദൻ മത്സരിക്കുന്നു. ഇതൊന്നും ആ പാർട്ടിയിൽ അങ്ങനെ പുതുമുള്ള ഒരു കാര്യമല്ല. സുധാകരൻ മത്സരിക്കുന്ന ആളുകൾക്ക് വലിയ സമാധാനം. സുധാകരന് പാർട്ടി എന്താ കൊടുക്കാത്തത്? അതുപോലെയല്ല മറ്റുള്ളവരുടെ കാര്യം. സുധാകരൻ്റെ ഇപ്പോഴും ഞാൻ സപ്പോർട്ടും ചെയ്യുന്നില്ല. സുധാകരൻ എന്താ ഈ പാർട്ടി കൊടുക്കേണ്ടത്? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, G. സുധാകരൻ അദ്ദേഹം ഒരിക്കലും, ഞാൻ പറയില്ല അദ്ദേഹം അധികാരമോഹിയാണ്, മത്സരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോയെന്ന് ഞാൻ പറയില്ല. കാരണം അത് ഒരു സീനിയർ നേതാവിനെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചാൽ മതിയായിരുന്നു സംസ്ഥാന നേതൃത്വം. അദ്ദേഹം ഒരു കാരണവശാലും പാർട്ടിയിൽ നിന്ന് അകന്നു പോയില്ലായിരുന്നു. പിണറായി വിജയൻ 3 തവണ വിളിച്ച് ഫോൺ എടുത്തില്ല എന്ന് പിണറായി വിജയൻ, അത് ഏറ്റവും അവസാന നിമിഷമാണ് പിണറായി വിജയൻ വിളിച്ചു എന്ന് പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ വിളിക്കേണ്ട സമയത്ത് വിളിക്കണമായിരുന്നു. വിളിച്ചില്ല എന്നാണ് G. സുധാകരൻ പറഞ്ഞത്. നമ്മൾ സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊന്നും അത്ഭുതങ്ങൾ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചല്ല. 2 വർഷമായി ഞാൻ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഹൗ കാൻ യു കൊളാബറേറ്റ്? ഹൗ കാൻ യു കണക്ട് ദിസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് സുധാകരൻസ് റെവലേഷൻ ദാറ്റ് ഇറ്റ് വാസ് എ സഡൻ ഡിസിഷൻ? നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യും? അങ്ങനെ കണക്ട് ചെയ്യുന്ന രീതി പറഞ്ഞു. അത് നാച്ചുറലി കണക്റ്റഡ് ആണ്. ഇറ്റ് ഈസ് കണക്റ്റഡ്. അതായത് 2 വർഷമായിട്ടെങ്കിലും ഈ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ പിന്നെ VD സതീശൻ ഇന്റർവ്യൂ എടുത്തു ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത്. ഐ വാസ് ആഫ്റ്റർ ദാറ്റ്. നമ്മൾ ഒരു സംവിധാനത്തിന് വേണ്ടി, ഒരു ടീമിന് വേണ്ടി 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നു, വിശ്രമമില്ലാതെ, ആത്മാർത്ഥമായി. ആ ഒരു രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അതിനുശേഷം നമ്മൾ മെല്ലെ മാറി നിൽക്കാൻ ഒരു സംവിധാനം തീരുമാനിക്കുമ്പോൾ മാറി നിൽക്കുന്നു. പക്ഷേ പിന്നാലെ വന്നവർ നമ്മെ അവഹേളിക്കുമ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷന് 7 അയലത്ത് എത്താത്തവരാണ് അവർ എന്നുകൂടി ഇരിക്കിൽ, അവർ വളരെ മോശമായ രീതിയിൽ അവഹേളിക്കുകയും ചവിട്ടിമെതിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് ഒരു എതിർസ്വരം ഉയരുക എന്നുള്ളത്. അതാണ് G. സുധാകരനിൽ നിന്നുണ്ടായത്. നമ്മൾ ഇലക്ഷന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഈ നമ്മൾക്ക് പകരം മത്സരിച്ച സ്ഥാനാർത്ഥിയെ പറ്റി അത്ര നല്ലതല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയാലോ? എങ്ങനെയാണ് H. സലാമിന്റെ ഭൂരിപക്ഷം ടക്കനെ കുറഞ്ഞത്? G. സുധാകരന്റെ കോൺട്രിബ്യൂഷനും H. സലാമിന്റെ കോൺട്രിബ്യൂഷനും രണ്ടും 2 തലത്തിലാണ്. അതിനെ നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ആ കമ്പാരിസണിൽ ആരുടേതാണ് കൂടുതൽ വെയിറ്റേജ് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി വരുന്ന ഉത്തരമാണ് G. സുധാകരൻ. അല്ല, അത് സ്വാഭാവിക കാലഘട്ടത്തിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. G. സുധാകരന്റെ കാലഘട്ടത്തിൽ ആ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ വേണ്ടിയിരുന്നു. H. സലാമിന്റെ കാലഘട്ടത്തിൽ അതല്ല വേണ്ടത്. വീടൊക്കെ കയറി ആളുകളായിട്ട് ബന്ധം ഉണ്ടാക്കുക. അത് H. സലാം ചെയ്തുകൊണ്ടിരുന്നു. സുധാകരൻ മന്ത്രിന്റെ തിരക്കിലായപ്പോൾ ആ മണ്ഡലത്തിലെ കാര്യങ്ങൾ എനിക്ക് സുധാകരന്റെ എന്നെ അറിവോടുകൂടി നോക്കിക്കൊണ്ടിരുന്നത് സലാമാണ്.
അപ്പൊ സലാമിനെതിരെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ചർച്ച വരാൻ ഉണ്ടാകുന്നത് സുധാകരന്റെ പങ്കുണ്ട്. അന്നത്തെ നിങ്ങൾ ന്യൂസൊക്കെ എടുത്ത് നോക്കിയാൽ മതി. പിന്നെ ഉടനീളം ഒരു കാര്യമില്ലാണ്ട് ആരിഫിനെ വേട്ടയാണ്. ആരിഫ് ഇങ്ങനെയുടെ പോസ്റ്റർ പിന്നെ പറിച്ചു. ആരിഫ് എന്തായത് MP എന്ന രീതിയിൽ ആരിഫ് നടത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പുതിയ പോസ്റ്റർ അടിച്ചു. ആ പോസ്റ്റർ ഒട്ടിച്ചു. അതിൽ സുധാകരന്റെ ഫോട്ടോയും ഉണ്ട്. അതാരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൽ സുധാകരന്റെ ഫോട്ടോയുണ്ട്. നിങ്ങൾ അന്നത്തെ വിഷ്വൽസ് എടുത്ത് നോക്ക്. അപ്പൊ ഈ പ്രശ്നങ്ങളുടെ മൂല കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് മത്സരിക്കാൻ ഉള്ള അവസരം നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ചില നിലപാടുകളാണ്. പിന്നെ അതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവുകയാണ്. ആ കണ്ടിന്യൂറ്റിയാണ് അതിന്റെ അവസാനം അദ്ദേഹം അലി എന്താ പറയുക എന്താണ് ഡിപ്രസ്ഡാന്ന് ഞാൻ പറയുന്നില്ല. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശത്രുക്കളെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകുന്നത്. അപ്പൊ ഈ തീരുമാനം ഒരു ദിവസം കൊണ്ട് എടുത്തതല്ല എന്ന് ചുരുങ്ങിയ കുറച്ച് കാലത്തെങ്കിലും ഒരു ആലോചന അതിന് പിന്നിലുണ്ടെന്നാണ് അല്ല അത് സ്വാഭാവികം. നമ്മുടെ ഇത്രയും നാളത്തെ അതെ ഓക്കെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് നാളത്തെ ചിലപ്പോൾ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള VD സതീശന്റെ ഇന്റർവ്യൂ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ അല്ലെ എന്തായാലും ഈ ഒരു വേറൊരു സംഭവം കൂടി ഞാൻ പറയാം. വേറൊരു സംഭവം കൂടി ഞാൻ പറയാം. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ഇപ്പം പയ്യന്നൂരാണെങ്കിലും ഇവരെല്ലാം തന്നെ അവിടെ നിന്ന് അടർത്തി മാറ്റുന്നതിൽ തിരുവനന്തപുരത്തുള്ള ഒരു മാധ്യമ നിരീക്ഷകൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ബന്ധമുണ്ട്. അതെങ്ങനെ ഗസ് ചെയ്താൽ മതി. അതാരാണ് എന്റെ അടുത്ത സുഹൃത്താ, നല്ല മനുഷ്യനാ. ഓക്കെ അപ്പൊ ഇവരെല്ലാം അടർത്തി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചവർ പലരും ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ല ഈ ഒരു വിഷയത്തിൽ ഓക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതിപ്പോൾ ആര് വിചാരിച്ചാലും അടർത്തി മാറ്റിയാലും ആരെ അടർത്തി മാറ്റിയാലും പയ്യന്നൂർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CPM തോൽക്കുന്നത്. തളിപ്പറമ്പിലെ തോൽവി എങ്ങനെ പാർട്ടി അതിനെ ഈ രണ്ട് കാര്യത്തിലും ഒരു കേസുണ്ട്. ആ കേസ് കൊണ്ടാണ് ആ മേഖലയിൽ തിരിച്ചടി വന്നത്. പിണറായിയുടെ വരണത്തിന്റെ കുഴപ്പമൊന്നുമല്ല. ആ കേസ് ഇതായിരുന്നു. ഒന്ന് ധനരാജിന്റെ ഫണ്ട് വെട്ടിച്ച കാര്യത്തിൽ ഇങ്ങനെ പറയുന്നതിൽ എന്തൊക്കെ ശരിയുണ്ടെന്ന് അവിടെയുള്ള സഹാക്കത്തിന് തോന്നുന്നുണ്ട്. ഞാൻ തന്നെ എന്നോട് വിഷയത്തിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അവിടെ എന്തെങ്കിലും 14 വോട്ടിനെങ്കിലും LDF ജയിക്കും. പക്ഷേ അവിടെ അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങൾ പാർട്ടിക്ക് ഭാവി ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ആയിപ്പോയി തോറ്റു എന്ന് മാത്രമല്ല ഇനി ആ വിഷയം ചർച്ച ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? രണ്ട്, ഗോവിന്ദന്റെ കാര്യത്തിൽ ഇതാണ് കാര്യം. അവിടെ പ്രയോറിറ്റീസിൽ ഒരു പിന്നെ പക്ഷെ അത് ഈ പാർട്ടി സ്ട്രക്ചറിന്റെ കുഴപ്പമില്ല. ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ പിടിപ്പുകേട് അല്ലെങ്കിൽ അവരുടെ പാർട്ടി സ്ട്രക്ചർ അങ്ങനെ ഇപ്പോഴത്തെ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞു. ഇപ്പോൾ ഈ പാർട്ടി എന്ന് വെച്ചാൽ പിണറായി ഉണ്ടാക്കിയ പാർട്ടിയാണ്. ലീഡർഷിപ്പിൽ വരേണ്ടിയിരുന്ന പല ആളുകളെയും വെട്ടി നിർത്തിയിട്ടുണ്ട്. അവർ VSന്റെ കൂടെ ആയതുകൊണ്ടും അല്ലെങ്കിൽ അവർ ഈ സാഹചര്യമായിട്ട് ഒത്തുപോകാത്ത ആളുകളായതുകൊണ്ടും. അങ്ങനെ പിണറായി ഓരോ സ്ഥാനത്ത് ഇരുത്തിയ ആളുകളെ ഓരോ സ്ഥാനത്ത് ഇരിക്കുന്നത്. അപ്പൊ പിണറായി ഓരോ കാര്യം ചെയ്തപ്പോൾ അതിന്റെയൊക്കെ ഗുണം ആസ്വദിച്ചവർ കൂടിയാണ്. ഓക്കെ അവരിപ്പോ അവരുടേതായ ഒരു വിഷയം വരുമ്പോൾ അവരെതിരാവുന്നതേ ഉള്ളൂ. അവർക്ക് ഇപ്പം ഭയങ്കര വിപ്ലവ ബോധം വന്നു. പോക്ക് ശരിയല്ല. നിങ്ങൾക്ക് പണ്ട് അത്ര പോക്കത്ര ശരിയില്ല എന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഭൂഷ പാർട്ടികളോട് പ്രാക്ടിക്കലായി നേരിടേ പിണറായിസേ പറ്റുള്ളൂ. അല്ല VSന്റെ പിണറായിസം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഗുണ്ടായിസം ആകുമ്പോഴാണ്. അല്ലെങ്കിൽ CPM വാസ് ഓൾവേസ് ഈക്വൽ ടു ഗുണ്ടായിസം. ഇറ്റ് വാസ് ഓൾവേസ്. ഈ VS അച്യുതാനന്ദൻ നായനാരും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തല്ലേ യൂണിവേഴ്സിറ്റി കോളേജിൽ ഗുണ്ടായിസം ഇറങ്ങിക്കൊണ്ടിരുന്നത്. എന്താ അവർ കൺട്രോൾ ചെയ്യാതെ EMS എന്താ കൺട്രോൾ ചെയ്യാതിരുന്നത്? CPM വാസ് ഓൾവേസ് ഈക്വൽ ടു ഗുണ്ടായിസം. അത് ആദ്യം CIT ഗുണ്ടായിസായിരുന്നു, പിന്നെ SFI ഗുണ്ടായിസാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പാർട്ടി ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? ഇവിടെ ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടാക്കിയത് അത് കേസുകൾ നടത്താനും ആ കേസുകളൊന്നും അല്ലാതാക്കി കളയാനൊക്കെ സംവിധാനം അവർക്കുണ്ട്. കണ്ണൂരും കോഴിക്കോടൊക്കെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരാൾക്ക് വീട് പോലും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയോ? കറണ്ട് വലിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പൊ തോക്കുന്നത്. അതല്ല, അന്നപ്പം ജയിച്ചു, ഇപ്പം മാറി. ഇപ്പൊ കണ്ണൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പെങ്കൊച്ച്, അവള് കോൺഗ്രസ് കാരിയാ, CPI കാരിയാണോ? CPI കാരി. ഇവിടെ എന്നോട് ഞങ്ങളുടെ വീട്ടിലെ കറണ്ട് വലിക്കാൻ CPM സമ്മതിക്കുന്നില്ല. അപ്പം ജയരാജേട്ടൻ്റെ സെക്രട്ടറി, ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളോ. ഞാൻ ജയരാജേട്ടൻ ഇതൊക്കെ മാറ്റാൻ സമയമായിട്ട് അങ്ങനെ പ്രശ്നമില്ലടാ. അപ്പോൾ എവിടെയാന്ന് ചോദിച്ചു. അന്ന് പയ്യന്നൂരിൻ്റെ അടുത്താണ്. ഞാൻ അവളെ വിളിച്ചു, എടി ഡീറ്റെയിൽസ് നമുക്ക് ശരിയാക്കാം. അല്ല അത് കഴിഞ്ഞ ആഴ്ച ശരിയായി. ഏത് ജയരാജൻ ആയിരുന്നു അത്? P ജയരാജേട്ടൻ. മറ്റേ വേറെ ചിരിക്കൊന്നുമില്ല. P ജയരാജേട്ടൻ എന്നാണ് നമ്മളെയൊക്കെ ടൈപ്പറാണ്. നമ്മുടെ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്നെ പോലെ ലിബറലോ നല്ല, അദ്ദേഹം ഭയങ്കര ഓർത്തഡോക്സ് കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ ഞങ്ങൾ പേഴ്സണലി നല്ല ബന്ധമാണ്. സ്വീകാര്യരായിട്ടുള്ള നേതാക്കളെ സൈഡ് ലൈൻ ചെയ്യുന്നു. അത് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഈ പാർട്ടി ജനങ്ങളെ VSന്റെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളെയും സൈഡ് ലൈൻ ചെയ്തപ്പോൾ ഒന്നീ കാലത്തിന് പറ്റാത്തവരാണ്, അല്ലെ ഭീഷണി സൈഡ് ലൈൻ ചെയ്തപ്പോൾ ഞാൻ ഈ പറഞ്ഞ ജയരാജേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ പിണറായിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ സൈഡ് ലൈൻ ചെയ്തു പോകുന്ന സമയത്ത് ആ പോയിന്റിൽ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങളും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജയരാജേട്ടനെ സൈഡ് ലൈൻ ചെയ്യേണ്ട ഒരു സംഭവമാണ്. രാഷ്ട്രീയ കൊലപാതകം തുടങ്ങിയ ജയരാജേട്ടനൊന്നല്ല, പക്ഷെ ബോഡിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകമാണ്. അതിൽ പ്രതിയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി. അതെ, അത് പിന്നെ കണ്ടിന്യൂ ചെയ്യപ്പെട്ടതാണ്.
പക്ഷെ അതൊരു ഘട്ടത്തിൽ നിർത്തണമെന്ന് തോന്നിയ സമയത്ത് ജയരാജേട്ടനാണെങ്കിൽ പാർട്ടി സഹാക്കൊക്കെ ഒരു അടിയിട്ട് മൂപ്പര് നോക്കിക്കല മൂപ്പര് രീതി അനുസരിച്ച് മൂപ്പര് ചാടി പോകപ്പെടും. അവിടെ തൊട്ടാണ് ജയരാജേട്ടൻ ഒരു സൈലൈൻ ചെയ്തത്. പിന്നെ ആ ഒരു ഘട്ടം പലരും നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. കാരണം മൂപ്പരുടെ വളർച്ച പലരും പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് പിണറായിനല്ല. പിണറായിക്ക് എപ്പോഴും ജയരാജേട്ടൻ ഭയങ്കര ബഹുമാനമുള്ളതായിട്ട് എനിക്ക് പിണറായിനെ അറിയില്ല കേട്ടോ. എനിക്ക് ജയരാജേട്ടൻ അറിയാം. പക്ഷെ എനിക്ക് അവരുടെ കെമിസ്ട്രി തോന്നി വെച്ചാൽ പിണറായിക്ക് മൂപ്പര് വലിയ കാര്യമാണ്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ നിലപാടെടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയത്. അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള സ്വജനപക്ഷപാതിത്വം പോലുള്ള സാധനങ്ങൾ വന്നു. അതിനവിടെയുള്ള പാർട്ടി സഹാക്കൾ അവരാത്രേ കോഴിക്കോടുള്ള പാർട്ടി സഹാക്കൾ ഭീകരമായി പ്രതികരിച്ചു. അല്ല, ഇവർക്ക് ഡിസ്കണ്ടന്റ് തുടങ്ങിയിട്ട് കുറച്ചാലേ. കാരണം 2016 ഈ മോഡിനെ മേടിച്ച് മുസ്ലിങ്ങൾ ഈ പാർട്ടിനെ സപ്പോർട്ട് ചെയ്തല്ലോ. അതോടുകൂടി ഈ മുസ്ലിം നാമധാരികളായ പല ആളുകളും പല സ്ഥാനങ്ങളും കയറി പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ഇത്രയും കാലം ഈ പാർട്ടിനെ സപ്പോർട്ട് ചെയ്തു. ഈ കണ്ണൂരൊക്കെ നിങ്ങൾ പാർട്ടി ഗ്രാമങ്ങളിൽ പോയാൽ അവിടെയുള്ള പാവപ്പെട്ട തീയനായ സഖാവിനൊന്നും കിട്ടിയിട്ടില്ല. നമ്പ്യാരായ സഖാവിനൊന്നും കിട്ടിയില്ല. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോഴത്തെ ഗൾഫിൽ പോയി നമ്മുടെ ആളുകളൊക്കെ നന്നായിട്ടുണ്ട്. ഇതൊരു പ്രശ്നമുണ്ട് അവിടെ. അപ്പം ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല്, അപ്പൊ ഇവരെല്ലാം തന്നെ ഇന്നലെ ഗൾഫിൽ പോയി വന്നവൻ നാളെ സ്ഥാനാർത്ഥിയായി വരുന്നു പല സ്ഥലങ്ങളിലും. അവൻ പാർട്ടി പല പരിഗണനയ്ക്ക് പുറത്തും പാർട്ടിയിലുള്ള അർഹിക്കുന്ന ആളുകളെ മറികടന്നുകൊണ്ട് ബ്രാഞ്ച് സെക്രട്ടറി ആവുന്നു, ഏരിയ സെക്രട്ടറി ആവുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയ ഡിസ്കണ്ടന്റ് ഉണ്ടായിരുന്നു. അതിപ്പം ഈ ഒരു സാഹചര്യത്തിൽ അത് പുറത്തു വന്നു എന്ന് മാത്രമാണ്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് പുറത്തു വന്നു എന്ന് വെച്ചാൽ അവിടെയാണ് കനകോലുവിന്റെ വിജയം എന്ന് ഞാൻ പറയുന്നത്. നമ്മളെ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഒരു മീഡിയ ബ്ലിസ്റ്റ് ഉണ്ടാവുകയാണ്. നിരന്തരമായ ആന്റി CPM ന്യൂസ് ആണ് വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ നേരത്തെ ഫക്രുദ്ദീൻ തന്നെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ CPM അത് പിണറായി വിജയൻ സൃഷ്ടിച്ച CPM ആണ്. അപ്പൊ ആ CPM-ന് മേൽ പിണറായിക്ക് സമ്പൂർണ്ണ ആധിപത്യമുണ്ട്. CPM = പിണറായി വിജയൻ അല്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പോ ഇത്തരത്തിൽ ഒരു അപജയം പാർട്ടിക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടുള്ള അപജയം തന്നെ ആയിരിക്കണം. പണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നില്ല. ഇവർക്ക് അക്കാദമിക് അഹങ്കാരമായിരുന്നു. ഡിബേറ്റ് EMS ഒക്കെ ആയിരുന്നല്ലോ. പിന്നെ നാനാനെ പോലെ തമാശ പറയലായി. അത് കഴിഞ്ഞ് പിണറായിയുടെ കാലഘട്ടം വരുന്നതോട് കൂടിയിട്ടാണ് ഈ മസിൽ എന്നുള്ള സാധനത്തിന് പബ്ലിക് ആയിട്ടുള്ള ആക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങിയത്. ഞാൻ വേറൊരു രീതിയിൽ അത് പറയട്ടെ. മുൻപ് തന്റെ ഇടവും അതിനുശേഷം ഇപ്പോൾ അഹങ്കാരവും ധാർഷ്ട്യവുമായി അല്ലേ? അങ്ങനെ നിങ്ങൾ സ്വയം പോലെ വായിക്കാം. അല്ല, അത് അംഗീകരിക്കാം അല്ലേ? അത് ഒരു പണ്ടത്തെ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ഉണ്ടുമടുത്ത കുടുംബത്തിൽ വന്ന ലീഡർഷിപ്പാണ്. പിണറായി വിജയന്റെ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ഈ സാഹചര്യങ്ങളോട് കഷ്ടപ്പെട്ട് മല്ലിട്ട് വന്നിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ശരികൾ അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചത് അദ്ദേഹത്തിന്റെ രീതികളാണ്. അതിൽ അദ്ദേഹം തെറ്റ് കാണുന്നില്ല. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം മയപ്പെടുത്തുന്നില്ല. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം താഴെത്തട്ടുള്ള സഖാക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലതെന്നാണ്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഉദാഹരണമായി തിരുവനന്തപുരത്ത് ആന്റണി രാജു ചേട്ടനെതിരെ കേസുണ്ടെന്ന് അറിയാം. പക്ഷെ ആന്റണി രാജു ചേട്ടനെ മന്ത്രിയാക്കി. ഇത്തവണ തന്നെ അവസാന നിമിഷം വരെ അദ്ദേഹം കേസിൽ നിന്ന് ഒഴിവായി വരുമോ എന്ന് നോക്കിക്കൊണ്ട് നിന്നിട്ടാണ് സുധീറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ ഈ തീരുമാനങ്ങളെല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെയാണ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ആ ഒരു വിഷയം അത് അംഗീകരിക്കാം. അതായത് പണ്ട് EMS ആണെങ്കിലും VS ആണെങ്കിലും AKG ആണെങ്കിലും അന്നത്തെ സാഹചര്യങ്ങളോട് പൊരുതുവാനുള്ള ഒരു തൻ്റെടമാണ് കാണിച്ചത്. ആ നിലപാടുകളെ അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ മാറിയ കാലത്തിനനുസരിച്ച് ഈ തൻ്റെടം എന്നുള്ളത് ധാർഷ്ട്യത്തിന് വഴിമാറി. പ്ലസ് അഹങ്കാരം. പിണറായി വിജയൻ ഒരുപാട് തൻ്റെടം കാണിച്ചിട്ടുള്ള ആളാണ്. അതായത് ജനിച്ച ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ചെന്നോട്ടെ അദ്ദേഹം ആ തൻ്റെടത്തിന്റെ പുറത്ത് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന് നല്ല കാലമാകുമ്പോഴേ പാർട്ടിയുടെ അധികാരത്തിലൊക്കെ വന്നിരുന്നു. ആദ്യത്തെ ഗവൺമെന്റൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ തൻ്റെ ഇടത്തിന് കൂടെ കുറച്ച് അഹങ്കാരം കൂടി വരും. സ്വാഭാവികമാണ്. അതെ. അല്ല, അത് നമ്മൾ നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ കാലമാണ് 80 വരെ നമ്മൾ നോക്കിയാൽ CPM അധികാരത്തിൽ അല്ലെങ്കിൽ ഇടത് പാർട്ടികൾ അധികാരത്തിലുണ്ടായിരുന്നത്. പക്ഷേ 80-ന് ശേഷം നോക്കുകയാണെങ്കിൽ ഏറിയ പങ്കും അല്ലെങ്കിൽ UDF-നേക്കാൾ കൂടുതൽ അധികാരത്തിലിരുന്നത് LDF ആണെന്ന് നമുക്ക് പറയാം കൃത്യമായി. അപ്പോൾ ആ അധികാരം അഹങ്കാരത്തിന് ഇട നൽകി അല്ലേ? ഇട നൽകി. മാത്രമല്ല ഒരു കമ്മ്യൂണിസം നടക്കില്ല എന്ന് മനസ്സിലായി. അതുവരെ കമ്മ്യൂണിസം നടക്കുമെന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അതിന്റെ പുറത്ത് ഈ അഹങ്കാരം എന്നുള്ളത് ആ രീതിയിൽ അത് പുറത്തു വന്നിരുന്നില്ല. പക്ഷെ കമ്മ്യൂണിസം നടപ്പിലാക്കില്ല കോൺഗ്രസ്സുകാരാണ് ശരിയെന്ന് മനസ്സിലായതോടുകൂടി എന്താണ് അതൊരു പുറത്ത് പറയാനും പറ്റിയല്ല. എന്നാൽ നമ്മളെ കയ്യിൽ ഈ കോൺഗ്രസ് പോലെ അലഞ്ഞ സെറ്റപ്പ് നല്ല സെറ്റപ്പും ഉണ്ട് എന്ന അധികാരം കൂടി കിട്ടുമ്പോൾ ഡബിൾ ആവും. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വിഷയം ഈ ഒരു റിസൾട്ട് നമ്മൾ. പക്ഷെ പിണറായി അങ്ങനെ ആവുന്ന പ്രശ്നമൊന്നുമില്ല. മൂപ്പരുടെ ബേസിക് മുമ്പ് ജനിച്ചു വന്ന സാഹചര്യം മൂപ്പരുടെ ബേസിക്കലി അങ്ങനെ നിയോജനം ഓക്കെ ആയിരിക്കും. ഓരോരുത്തരും പിണറായി ആണെന്ന് നോക്കിയാൽ എന്ത് ചെയ്യും? വീണേനെ ഈ ശാസ്ത്രീയ കോളേജിൽ വിട്ട ആളുകൾ ഒരു പ്രശ്നമായിട്ടും കണ്ടിട്ടില്ല. കാരണം എന്താണ്? വീണയുടെ അമ്മ ടീച്ചറാണ്, അച്ഛൻ MLA ആണ്, പാർട്ടി സെക്രട്ടറിയാണ്. സ്വാഭാവികം ലോൺ എടുത്തിട്ടാണ് വിട്ടത്. അതൊക്കെ ഒരു മിഡിൽ ക്ലാസ്സിന് ചെയ്യുന്നതാണ്.
പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ വന്നിട്ടുള്ള ഈ കരിമണൽ ഉം. അവിടെ അത് വരുമ്പോൾ ആളുകൾ ഡൗട്ട്ഫുൾ ആവും. പിന്നെ നമ്മളെന്തിനാ ഈ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളൊരു തോന്നൽ തോന്നല്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. അവിടെ അതിന് കൃത്യമായ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. BJP-കാരാണ് ഈ അന്വേഷണം എവിടെ എത്തിക്കാതെ വലിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. ശബരിമല കേസിൽ ഇതുവരെ അങ്ങനെ പുറത്താക്കിയില്ലല്ലോ. ആരെ അന്നത്തെ ദേവസ്വം ബോർഡ് പത്മകുമാർ ഇതുവരെ പുറത്താക്കിയിട്ടില്ല. പോയി അതിന് നിങ്ങൾ പിന്നെ കുറ്റവാളിയാവുന്നത് വരെ ശിക്ഷിക്കപ്പെടാൻ. പിന്നെ നിങ്ങൾ RSS എങ്ങനെയാണ് ഗാന്ധിവാദത്തെ കുറ്റപ്പെടുത്തുക? RSS ഒരു പങ്കുമില്ലാന്ന് കമ്മീഷൻ എഴുതി വെച്ചിട്ടുണ്ട്, കോടതിയും പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടിനെ അതാണ്. ഇനിയിപ്പോ സംഘടനാ തലത്തിൽ ഒരു അഴിച്ചുപണി വേണം എന്നൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഈ പാർട്ടിയിലെ ഹാർഡ് കോർ പ്രവർത്തകരൊക്കെ തന്നെ, നേതാക്കളല്ല, സ്വരാജിനെ പിടിച്ച് ഗോവിന്ദ മാഷാക്കണം, പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. അവർ പറയുന്നത് എന്നോട് നേരിട്ട് പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഈ പത്രസമ്മേളനം ഗോവിന്ദ മാഷ് അടുത്ത് എത്ര ഡാമേജ് ആവില്ലായിരുന്നു. ഗോവിന്ദ മാഷ് മറ്റേ ആൾക്ക് കള്ളാന്ന് വിളിക്കില്ലായിരുന്നു. മാഷായതുകൊണ്ട് ആ കാര്യമൊക്കെ ഈ CPM പ്രവർത്തകൻ എന്നോട് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെറ്റത്തരം പ്രയോഗം, ഇതൊക്കെ പറഞ്ഞു. പഴയ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. ചെറ്റത്തരമുള്ള പിണറായി പറഞ്ഞ ആള് മൂപ്പര സ്റ്റൈലെന്ന് ചെയ്യും. ഒരു കലാലയൊക്കെ പറയുന്നല്ലേ. ഇതുപോലെ ഈ ചെറ്റത്തരം ലോക്കലിലുള്ള 10 ആളുകൾ പല രീതിയിൽ നമ്മൾ അറിയാത്തോണ്ടാണ്. അന്നപ്പാണ് ആളുകൾ ഭ്രാന്തെടുക്കുക. അതെ, അല്ല, ഇത് തന്നെയാണ് ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ 100,000 പിണറായിമാരെ നമുക്ക് നാട്ടുംപുറങ്ങളിൽ കാണാൻ സാധിക്കേണ്ടി വരുന്ന ആ ഒരു ദുരവസ്ഥയിലേക്ക് ഒരു പിണറായിനെ നമുക്ക് ആവശ്യമാണ്. ഇങ്ങനത്തെ ഒരാൾ വേണം, ഡിസൈസീവ് ആയിട്ടുള്ള. പക്ഷെ എല്ലാവരും പിണറായി ആണെന്ന് നോക്കിയാലും. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ആ പാർട്ടിയെ ബാധിച്ചു. ഇനിയിപ്പോൾ ഒരു സ്ട്രക്ചറൽ ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. ആദ്യം ഈ കമ്മ്യൂണിസ്റ്റ് ഒക്കെ എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ഞങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്, ജനങ്ങളുടെ ജീവിതം മുന്നോട്ടുണ്ടായി ഞങ്ങൾ. പക്ഷേ ഈ വിപ്ലവം നടത്താൻ ഉദ്ദേശമൊന്നുമില്ല. ഓക്കെ, എന്നൊക്കെ രണ്ട് SFIക്കാർ ആളുകൾ പിള്ളേരെ തല്ലി കൊന്നോട്ടെ. പക്ഷെ പിന്നെ ജനാധിപത്യം സോഷ്യൽ മാറ്റമായ നിങ്ങളെന്താ വിചാരിച്ചത്? അച്ഛനമ്മമാർക്ക് പേടിയാ. പണ്ടത്തെ പറയുന്നത് നിങ്ങൾ എത്ര മക്കളുണ്ടായി വീട്ടിൽ? 3 പേര്. അതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ എത്ര മക്കളുണ്ട്? ഒരാൾ. പണ്ട് 3 മക്കളെ കൊണ്ട് ഒരാൾ പോയാലാണ് ഓക്കെ, മറ്റവനുണ്ടല്ലോ ചെയ്യാം. ഇപ്പൊ അത് ഒറ്റ മോനെ ഉള്ളത്. ഈ മോനാണ് ഇവന് ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ട് SFIയിലെ AVP-യിലെ മെമ്പറായി കഴിഞ്ഞാൽ ഇവന്മാർ കൊല്ലാക്കൊല ചെയ്യും. അല്ല, ആ ഒരു ചിന്ത ഇന്ന് ഞങ്ങൾ സുഹൃത്തുക്കൾക്കിടയിലുണ്ട്. അപ്പോൾ കോളേജിലേക്ക് വിടുമ്പോൾ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഈ SFI ചില ആൾക്കാരെയൊക്കെ ഒന്നോ രണ്ടോ അടുത്ത നേതാവ് അവനെ ഉയർത്തി കാണിക്കുകയും ബാക്കിയുള്ളവരുടെ ലൈഫ് എന്തായി? ഒന്നെങ്കിൽ ഒരു അടി കിട്ടിയാൽ തീർന്നു, അല്ലെങ്കിൽ കാലാകാലം ഗൾഫിലും പോകാൻ പറ്റില്ല, കേസും കൂടിയും കിടക്കും. പണ്ടാണ് പാർട്ടി പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പൊ ആ രീതി പ്രൊട്ടക്ഷൻ ഒന്നും എനിക്കൊന്നുമില്ല. ഇനി ഇവരവിടെ വെക്കുന്ന ഒരു ചിത്രമുണ്ട് ഈ ക്യാമ്പസ്, നമ്മൾ മയക്കുമരുന്ന് പറയുമല്ലോ, ആ ക്യാമ്പസിൽ വെക്കുന്ന ചെഗേര എന്ന് പറഞ്ഞ ഒരാളെ ചിത്രമുണ്ട്. ഈ ചെഗേര വെച്ചിരിക്കുന്നത് മറ്റേ ചുരുട്ടാണ്. ഈ ചുരുട്ട് കഞ്ചാവല്ലാന്ന് നിങ്ങൾ എന്താ ഉറപ്പ്? അങ്ങനെ കഞ്ചാവ് വലിച്ചിരുന്നു എന്ന റിപ്പോർട്ട്. അവിടെ അത് വലിയ പ്രശ്നമൊന്നല്ല. അത് കാണുന്ന ഈ ചെറുപ്പക്കാരന് ഇത് വലിക്കുന്നത് തെറ്റല്ല. ഈ ചെഗേരനെ എന്നോട്ടാണ് ക്യാമ്പസിൽ SFIക്കാർ കൊണ്ടുവന്ന, മുമ്പിലായിരുന്നില്ലല്ലോ, നക്സലുകളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ 80s 90s കൂടിയിട്ടാണ് വന്നു തുടങ്ങിയത്. അതൊക്കെ ഒരു തെറ്റായ പ്രവണതയാണ്. സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തന്നെ ക്യാമ്പസിൽ അയക്കണായി കൊണ്ടുവരിക, അവന്റെ ഇപ്പം പിന്നെ ഇപ്പൊ യൂണിയൻ റൂമിൽ പെയിന്റ് ചെയ്യുക, KSUക്കാരൻ അധികാരത്തിൽ വന്നാൽ അവനത് മായ്ക്കും. എന്നപ്പോൾ ഇവൻ അവന്റെ എന്താണ് വികാരങ്ങളെ ഗുണപ്പെടുത്തിയത് KSUക്കാരനെ പിന്നെ മുഖത്തടിക്കുക, ഇത് തിരിച്ച് വധശ്രമത്തിന് കേസ് കൊടുക്കുക, ഇത് പെമ്പിള്ളേരെ കൊണ്ട് കേസ് പിടിപ്പിക്കുക, ഇതൊക്കെ നടക്കുന്നുണ്ട്. അതെ, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അത് ഒരു വശത്ത് ഇങ്ങനെ ഇടതുപക്ഷത്തിന് ഇതൊക്കെ തിരുത്തിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടായി. ഇനിയുള്ള മുമ്പ് എന്ന് വെച്ചാൽ ഇവര് ദേശാഭിമാനി ഇവര് പത്രസമ്മേളനം നടക്കും, കാര്യം തീരെയായിരുന്നു. അപ്പൊ അങ്ങനെ EMS പോലെ കൺവിൻസിംഗ് ആയി പറയാനുള്ള ശേഷിയുള്ള ആളുകളൊന്നും ഇല്ല. പിന്നെ നമ്മളെ മലയാളിനെ പോലെ എടുത്തടിച്ച പോലെ ഒതുക്കാനേ പറ്റുള്ളൂ. അതും ഇപ്പോഴത്തെ കാലത്ത് വലിയ രീതിയിലൊന്നും നടക്കില്ല. അപ്പൊ നിങ്ങൾ ട്രാൻസ്പെറന്റ് ആയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. നിങ്ങൾ പുറത്ത് ആകുന്ന സമാധാനം സോഷ്യലിസം പറയുള്ളൂ, ഫാസിസം നടപ്പിലാക്കുകയും ചെയ്താൽ ഇത് എക്സ്പോസ്ഡ് ആവും. ആളുകൾ അതിന് മറ്റുള്ളവന്റെ മാനം സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളെ മോനെന്താ പറ്റി ഞങ്ങൾ സ്വഭാവമാവും. നിങ്ങളെ മോനെ നിങ്ങൾ പിന്നെ ഈ കപ്പലുണ്ടാക്കുന്ന തുറമുഖത്ത് കെട്ടിയിടാനല്ല, കടലിൽ ഇറക്കി വിടാനാ. നിങ്ങളെ മോനെ നിങ്ങൾ വീട്ടിൽ അടുക്കളയിൽ വെച്ച് ഭക്ഷണം കൊടുത്ത് മുറ്റത്ത് കളിക്കാൻ വേണ്ടി അല്ലല്ലോ വളർത്തുന്നത്. അവനൊരു ലോകമുണ്ട്, അതവന് കീഴടക്കണം. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യ രാജ്യം നൽകുന്ന ഭരണഘടനയുള്ള വാക്യം ബോധവും ഉപയോഗിക്കാത്തതുണ്ട്. അതിനപ്പോൾ സകല രാജ്യദ്രോഹികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ വാക്കാണ്. ഈ ഇന്ത്യ രാജ്യം നൽകുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്, അത് മറ്റുള്ളവരെ പോലെ അനുഭവിക്കാനുള്ള അവകാശം നിങ്ങളെ മോനുമുണ്ട്. അങ്ങനെ അവന്റെ മൗലിക അവകാശം അവന് ഉപയോഗപ്പെടുത്തുമ്പോൾ അവനെ തല അല്ലിക്കുന്ന അവസ്ഥ എന്ത് ചെയ്യും? ആദ്യം അതൊക്കെ മാറ്റ്. അല്ലാണ്ട് വെറുതെ ഗോവിന്ദമാഷ ഭാഗത്തിനെ പിടിച്ച് മാറ്റിയിരുന്ന ഒരു കാര്യമില്ല. ഏതായാലും ഫക്രുദ്ദീൻ അലിയുടെ നിരീക്ഷണം വ്യക്തമാണ്. CPM അടിമുടി മാറേണ്ടിയിരിക്കുന്നു. ഫാസിസം ഉള്ളിൽ നടപ്പിലാക്കുകയും പുറത്ത് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. പറയുന്നത് നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ തിരിച്ചു വരവ് പ്രയാസമായിരിക്കും ഇടതുപക്ഷത്തിന് എന്ന്
ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നത്. മറുവശത്ത് കോൺഗ്രസിലേക്ക് നോക്കുമ്പോൾ അവിടെ വി.ഡി. സതീശൻ മുന്നിൽ നിന്ന് നയിച്ച് കൃത്യമായ ധാരണയോടെ ഹോംവർക്ക് ചെയ്ത് അദ്ദേഹം പറഞ്ഞ കാര്യം നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയില്ല എങ്കിൽ ജനങ്ങൾ പറയും ഇത് നീതികേടാണ് എന്ന്. യോഗ്യനാണ് രമേശ് ചെന്നിത്തല, തീർച്ചയായും അദ്ദേഹം സീനിയറാണ്. കെ.സി. വേണുഗോപാൽ ഡൽഹിയിലിരുന്ന പാർട്ടിയുടെ ഭരണയന്ത്രം തിരിക്കുന്നതിൽ പ്രമുഖനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ യോഗ്യരല്ല എന്നല്ല പറയുന്നത്, ഇവിടെ ജനങ്ങളുടെ വികാരം ഇങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഉദ്യോഗജനകമായിരിക്കും, അതുപോലെ തന്നെ ആവേശകരവുമായിരിക്കും. എന്ന് പറയുമ്പോൾ നമ്മളെ പാളയത്ത് ഫൈനാൻസ് കോളേജിലെ പിള്ളേർക്ക് ചിത്രം വരയ്ക്കാൻ വേണ്ടി മോഡലായി നിൽക്കുന്ന ചേട്ടൻ അങ്ങനെ വളരെ സീനിയറാണ്. അങ്ങനെ ആലോചിക്കാം. ഇതൊക്കെയാണ് തീർച്ചയായിട്ടും ഇത് പൊതുജനങ്ങളുടെ അഭിപ്രായമാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുന്നത് പൊതുജനങ്ങളിൽ ഏറിയ പങ്കിൻ്റെയും അഭിപ്രായമാണ് എന്നുകൂടി ഊന്നി പറഞ്ഞുകൊണ്ട് ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.